വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ നിർവഹിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും, പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പുകളും നോമ്പ് തുറപ്പിക്കലുമൊക്കെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും ശക്തിയായ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് നോമ്പുള്ള ഒരു വ്യക്തിയെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ദീനിൽ അതിന് വലിയ സ്ഥാനവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പുള്ള ഒരു വ്യക്തിയെ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 2 പ്രതിഫലങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, ഒരു അടിമയെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും. അതുപോലെ അവൻ്റെ ദോഷങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കും. ഈ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ നോമ്പ് തുറപ്പിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കിതിൻ്റെ പ്രതിഫലം എങ്ങനെയാണ് കിട്ടുക? ഞങ്ങൾ പല ആളുകളും ഫക്കീറന്മാരാണ്, മിസ്കീന്മാരാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഈ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവർക്ക് അള്ളാഹു നൽകും. എങ്ങനെ നോമ്പ് തുറപ്പിച്ചാൽ മതി? ഒരു പാലിൻ്റെ രുചി, അതായത് കുറച്ച് പാല് കൊടുത്താലോ, അല്ലെങ്കിൽ ഈത്തപ്പഴം കൊടുത്താലോ, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുത്താലും നോമ്പ് തുറക്കുന്നവൻ്റെ പ്രതിഫലം ഇവന് ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പോൾ നോമ്പുള്ള ഒരു വ്യക്തിയെ നമുക്ക് കഴിയുന്ന ഏതെങ്കിലും രൂപത്തിൽ, ഒരു ഈത്തപ്പഴമാവട്ടെ, അല്ലെങ്കിൽ ഒരു കാരക്കയാവട്ടെ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ആവട്ടെ, വെള്ളമാവട്ടെ, നോമ്പ് തുറക്കുന്ന സമയത്ത് അവന് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ചെറിയ വസ്തു നൽകിയാൽ തന്നെ അവന് ഈ നോമ്പ് തുറപ്പിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നാം എല്ലാവരും ചെയ്യുന്നത് പോലെ വളരെ വലിയ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് നോമ്പ് തുറപ്പിക്കുകയാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവൻ്റെ ദോഷങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കും. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഹൗദിൽ നിന്ന് അള്ളാഹു അവനെ കുടിപ്പിക്കും. അങ്ങനെ അവൻ കുടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അവന് പിന്നീടൊരു ദാഹവും ഉണ്ടാവുകയില്ല. മൂന്നാമത്തെ കാര്യം, നോമ്പ് നോറ്റവൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ, നോമ്പ് നോറ്റവൻ്റെ പ്രതിഫലം പോലത്തത് ഈ നോമ്പ് തുറപ്പിച്ചവനും നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ അയൽപക്കത്തുള്ളവരെ, നമ്മോട് ബന്ധമുള്ളവരെ, നോമ്പുള്ളവരാണെങ്കിൽ അവരെ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കി ഈ വലിയ പുണ്യകർമ്മങ്ങൾ നാം ഓരോരുത്തരും നേടിയെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഖൈറായ രൂപത്തിൽ പരിപൂർണമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.